ഹലോ, ഇന്നൊരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിലാദ്യം എൻ്റെ മസാലയ്ക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മല്ലിയില, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം, കുരുമുളക്, ഉപ്പ്. ഇത്രയാണ് ആദ്യം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമ്മളൊന്ന് ചതച്ചെടുത്താലും മതി. ഇപ്പം ഞാനത് കുറച്ചും കൂടി എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് അത് ഞാൻ അരച്ചെടുക്കുകയാണ്. പിന്നെ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കണം. അതായത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലോണം ഇത് വെളിച്ചെണ്ണയിൽ കിടന്ന് മൂത്ത ഒരു സ്മെല്ല് വരുന്ന വരെ അതിനെ നല്ലോണം വഴറ്റിയെടുക്കണം. നല്ലോണം വഴണ്ടി വന്ന് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്നത് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയാണ്. അത് നമുക്ക് ഗ്രേവി എന്തോരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് സവാളയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഒരു 6 മുട്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 4 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. അത്രയും ചേർത്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് നമ്മളിത് വഴറ്റിയെടുക്കുകയാണ്. സവാള നല്ലോണം വഴണ്ട് വരണം. ഉപ്പ് ചേർത്ത് അത് പെട്ടെന്ന് വഴണ്ട് വരും. എന്നിട്ട് നല്ലോണം ഇത് വഴണ്ട് വന്ന് കഴിയുമ്പോൾ ആ സമയത്തിനുള്ളിൽ ഞാൻ തക്കാളി ഇതിൽ ചേർക്കാനുള്ളത് അരച്ചെടുക്കുന്നുണ്ട്. കാരണം തക്കാളി നമ്മൾ അരിഞ്ഞിട്ടാലും മതി, പക്ഷേ ഇവിടെ ഇത് അതിൻ്റെ തക്കാളി അങ്ങനെ കടിക്കാൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ അരച്ചെടുക്കുന്നത്. അപ്പോൾ തക്കാളി അരച്ച് അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം വഴണ്ട് കഴിയുമ്പോൾ ഇനി ഇത് മൊത്തമായിട്ട് അതിൻ്റെ പച്ചമണം മാറി സവോള നല്ലോണം വഴണ്ടി വരണം. ബ്രൗൺ ആവണ്ട, പക്ഷേ അതിന് തൊട്ട് മുന്നത്തെ സ്റ്റേജ് എത്തണം. ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് മസാലപ്പൊടികളാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി. ഗരം മസാലയ്ക്ക് 1 ടീസ്പൂൺ എടുക്കുന്നതിന് ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ഇറച്ചി മസാലയാണ് എടുത്തിരിക്കുന്നത്. അതാണ് ആ കളർ ഡിഫറൻസ് വന്നത്. എന്നിട്ട് ഇത് ചേർത്ത് ഈ പൊടികൾ നല്ലോണം വഴണ്ട് കിട്ടാനായിട്ട് നമുക്ക് ഇടയ്ക്ക് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ചെറുതീയിൽ നല്ലോണം വഴറ്റിയെടുക്കണം. പൊടികളുടെയും പച്ചമണം മാറി അത് നല്ലോണം വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അതിൽ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർത്തതിന് ശേഷം ഇപ്പം ഞാനിത് എടുക്കുന്ന ഒരു സെമി ഗ്രേവി ആയിട്ടാണ്. അതുകൊണ്ട് അത് ആ തക്കാളി അരച്ച മിക്സി കഴുകിയ വെള്ളം കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തതിന് ശേഷം പാൻ അടച്ച് വെച്ച് നല്ല സമയമെടുത്ത് അതിന് എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ അതിനെ വഴറ്റിയെടുത്ത് എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ തെളിഞ്ഞ് തുടങ്ങുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ചേർത്ത കറിയിൽ അതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ അവസാനമായിട്ട് ചേർക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ സെമി ഗ്രേവി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ തേങ്ങയുടെ 1/4 പാൽ ഒരു 1/2 കപ്പ് പാൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് എൻ്റെ കറി. ഇത് അപ്പത്തിന് സൈഡ് ഡിഷ് ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ മുട്ട റോസ്റ്റ് ആയതുകൊണ്ട് മുട്ട ചേർക്കണമല്ലോ. അപ്പോൾ പുഴുങ്ങി വെച്ച മുട്ട വരഞ്ഞിട്ട് ഇനി കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ്. ചോറിനാണെങ്കിലും അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും ഈവൻ ബ്രെഡിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.